സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും. ഒന്നേ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ തീർന്നാണ്. ഫുഡ് ഉണ്ടാക്കാല്ലേ സൂപ്പർ മാർക്കറ്റിലേക്ക് വേണ്ടി ഇറങ്ങിയാണേ. അപ്പോൾ ഈ കാണുന്ന കേട്ടോ സൂപ്പർ മാർക്കറ്റിലേക്കുള്ള വഴി. ഏകദേശം ഒരു 100-300 മീറ്റർ ഉള്ളൂ കേട്ടോ. ഈ വഴിക്ക് ഇങ്ങനെ ഇത് ഷോർട്ട് വഴിയാണ്. വഴി വേറെ അപ്പുറത്തൂടെ ഉണ്ട്. അതിലൂടെ ചെറിയ ഗ്രില്ലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചാടി കിടന്ന് പോകാം കേട്ടോ. ഇത് ഷോർട്ട് വഴി അതിനെ കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പോകാൻ. അപ്പോൾ ആ കാണുന്ന കേട്ടോ സൂപ്പർ മാർക്കറ്റ്. റോഡ് ക്രോസ് ചെയ്താൽ അവിടെ എത്തി. ചെറിയ റോഡായതിനെ കൊണ്ടാട്ടോ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകണം. അത് നമ്മൾ റോഡ് അങ്ങനത്തെ ഇന്നലത്തെ മഞ്ഞ് വീഴ്ചയാണ്. നല്ല മഞ്ഞ് വീഴ്ച ഉണ്ടായിട്ടോ. അതിനെ കൊണ്ട് അത്ര തോന്നെ കൈസായിട്ട് ഇവിടെ കാണുന്നത്. അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിട്ടോ. ഇനി ട്രോളി എടുത്തിട്ടാണ് ഉള്ളിൽ കയറാൻ. ഇവിടെ പുറത്താണ് ട്രോളി ഉള്ളത്. ഒന്ന് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ വല്ലപ്പോഴും ചാൻസ് കിട്ടുമ്പോഴായിട്ട് നമ്മൾ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കല്. ഇത് വളരെ അടുത്താ കിട്ടിയേ. ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ നടന്നു പോകാനുള്ള സമയം ഉണ്ടായണ്ടേ. ഇപ്പോൾ പച്ചക്കറി തക്കാളി ഒക്കെ കഴിയണോ പച്ച നോക്കിയിട്ടാണ് എടുക്കല്. ഇനിയിപ്പോൾ അടുത്ത സൂപ്പർ മാർക്കറ്റ് ഇപ്പം എപ്പോഴാണ് കിട്ടുക എങ്ങനെയാണെന്നുള്ള അറിയില്ല. അപ്പോൾ ഏതും സാധനങ്ങളൊക്കെ നമ്മൾ അഡ്വാൻസായി വാങ്ങിക്കലാണ് എല്ലാ സാധനവും. അങ്ങനത്തെ പച്ചക്കറിയും ആവശ്യത്തിനുള്ള പച്ചക്കറിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ആ പേരറിയണായിട്ടും പേരറിയായിട്ടും ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. ചിലതൊക്കെ നമുക്ക് പറ്റിയ സാധനമാണെന്നൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയായിട്ട് വാങ്ങും കേട്ടോ. ഓരോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് വെക്കാനും വേണ്ടിയിട്ട്. അങ്ങനത്തെ അതാണ് ബ്രെഡിൻ്റെ ഏരിയ കേട്ടോ. അവിടെ പല ആദ്യ ഐറ്റംസ് ബ്രെഡുകളും ഉണ്ട്. ചില സമയങ്ങളിൽ ഒക്കെ വാങ്ങും. അങ്ങനത്തെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിട്ടോ. 2 ബാഗിലും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ നമ്മൾ ഏകദേശം വണ്ടീൻ്റെ അടുത്തെത്താനാണ്. ആ വണ്ടിയിലെത്തി. ഭയങ്കര വിശപ്പ്. അങ്ങനെ ഒന്ന് ഫുഡും കാര്യങ്ങളും കഴിക്കാതെ ഇനി പോയിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിലെത്തിയപ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് വാങ്ങിയ ഓട്സ് വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിനി. അതും അതിലേക്ക് കുറച്ച് പാലും പറഞ്ഞ് പിന്നെ മധുരത്തിൽ കുറച്ച് തേനും ഇട്ടിട്ട് അത് കഴിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ.